ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രതിലിപിയിൽ കഥകളും കവിതകളും എഴുതുന്ന ഒട്ടനവധി ആളുകൾ നമ്മളോടൊപ്പമുണ്ട്. എന്നാൽ പലരുടെയും സംശയങ്ങൾ ഇതൊക്കെയാണ്: പ്രതിലിപിയിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വരുന്നത്? അതോടൊപ്പം തന്നെ ഗോൾഡൻ ബാഡ്ജ് എങ്ങനെ സ്വന്തമാക്കാം? വായനക്കാരിൽ നിന്ന് എങ്ങനെ സമ്പാദിക്കാം? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇതിനെക്കുറിച്ചെല്ലാമാണ്. പ്രതിലിപിയിലൂടെ എഴുത്ത് ഒരു വരുമാനമാർഗമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. അതോടൊപ്പം തന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമസ്തേ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ JPK വൈബ്സ്. എന്താണ് ഗോൾഡൻ ബാഡ്ജ്? അത് എങ്ങനെ നേടാം? പ്രതിലിപിയിൽ എഴുതി തുടങ്ങുന്ന ഒരാൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ് ഗോൾഡൻ ബാഡ്ജ്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ പേരിന് നേരെ ഒരു ഗോൾഡൻ ടിക്ക് മാർക്ക് വരുന്നത് കാണാം. ഇത് വെറും ഒരു ബാഡ്ജ് മാത്രമല്ല, നിങ്ങളുടെ സമ്പാദ്യത്തിലേക്കുള്ള ആദ്യത്തെ താക്കോൽ കൂടിയാണ്. ഇത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എങ്ങനെയാണ് അത് നേടിയെടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് കുറഞ്ഞത് 200 ഫോളോവേഴ്സെങ്കിലും ഉണ്ടാകണം. കൂടാതെ കഴിഞ്ഞ 30 ദിവസത്തിനുള്ളിൽ 5 രചനകളെങ്കിലും നിങ്ങളുടെ പ്രൊഫൈലിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടാകണം. ഈ 2 നിബന്ധനകൾ പൂർത്തിയായാൽ പ്രതിലിപി നിങ്ങൾക്ക് ഗോൾഡൻ ബാഡ്ജ് നൽകും. ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണം സമ്പാദിക്കാനുള്ള വഴികൾ തുറന്നു. ഇനി വായനക്കാരിൽ നിന്ന് എങ്ങനെയാണ് നമുക്ക് പണം സമ്പാദിക്കാൻ കഴിയുക എന്ന് നോക്കാം. അതിനുള്ള ഒന്നാമത്തെ വഴിയാണ് സൂപ്പർ ഫാൻ സബ്സ്ക്രിപ്ഷൻ. ഗോൾഡൻ ബാഡ്ജ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഫീച്ചറാണിത്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നിങ്ങൾ ഒരു സീരീസ്, അതായത് കുറേ ഭാഗങ്ങളുള്ള ഒരു സ്റ്റോറി എഴുതുകയാണെന്ന് വിചാരിക്കുക. അതിൻ്റെ പുതിയ ഭാഗങ്ങൾ വായിക്കാൻ വായനക്കാർക്ക് വലിയ ആകാംക്ഷയായിരിക്കും. അപ്പോൾ ഒരു മാസം ചെറിയൊരു തുക, അതായത് 25 രൂപയോ അല്ലെങ്കിൽ 50 കോയിനോ നൽകി വായനക്കാർക്ക് നിങ്ങളുടെ സൂപ്പർ ഫാൻ ആകാൻ സാധിക്കും. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, സാധാരണ വായനക്കാർക്ക് നിങ്ങളുടെ പുതിയ അധ്യായങ്ങൾ വായിക്കാൻ ഒരു ദിവസം വെയിറ്റ് ചെയ്യേണ്ടി വരും. എന്നാൽ നിങ്ങളുടെ സൂപ്പർ ഫാൻസിന് അത് ഉടനടി തന്നെ വായിക്കാൻ സാധിക്കും. സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്ന ഈ തുക നിങ്ങളുടെ സമ്പാദ്യത്തിലേക്ക് ചേർക്കപ്പെടും. കോയിൻ ആണെങ്കിൽ അത് കൺവേർട്ട് ചെയ്ത് സമ്പാദ്യത്തിലേക്ക് ചേർക്കപ്പെടും. പണം നേടാനുള്ള രണ്ടാമത്തെ വഴിയാണ് വായനക്കാരിൽ നിന്ന് സ്റ്റിക്കറുകളും കോയിനുകളും ലഭിക്കുന്നത്. ഇത് വളരെ രസകരമാണ്. യൂട്യൂബിൽ സൂപ്പർ ചാറ്റൊക്കെ ഉള്ളതുപോലെ പ്രതിലിപിയിൽ വായനക്കാർക്ക് എഴുത്തുകാരെ പ്രോത്സാഹിപ്പിക്കാൻ സ്റ്റിക്കറുകളും കോയിനുകളും സമ്മാനമായി നൽകാം. നിങ്ങളുടെ കഥ വായിച്ച് ഒരാൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർക്ക് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഡിജിറ്റൽ സ്റ്റിക്കറുകൾ അയക്കാം. ഈ സ്റ്റിക്കറുകൾക്ക് യഥാർത്ഥ പണമൂല്യമുണ്ട്. ഈ സ്റ്റിക്കറുകളും കോയിനുകളും പിന്നീട് പണമാക്കി മാറ്റിയെടുക്കാൻ സാധിക്കും. ഇനി എല്ലാവരും കാത്തിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്: പ്രതിലിപിയിൽ നിന്ന് എങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വരുന്നത്? ഇതിൻ്റെ പ്രോസസ്സ് വളരെ ലളിതമാണ്. നിങ്ങളുടെ പ്രതിലിപി വാലറ്റിൽ മിനിമം 50 രൂപയോ അതിനു മുകളിലോ ആയിക്കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാറ്റാം. നിങ്ങൾ സമ്പാദിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈലിൽ സമ്പാദ്യം എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. നിങ്ങളുടെ സമ്പാദ്യത്തിൽ മിനിമം 50 രൂപയെങ്കിലും ആയിക്കഴിഞ്ഞാൽ അതിൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ചേർക്കാനുള്ള ഓപ്ഷൻ കാണിക്കും. അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ചേർക്കാവുന്നതാണ്. നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് ആഡ് ചെയ്യാനുള്ള റിക്വസ്റ്റ് നൽകി കഴിഞ്ഞാൽ പ്രതിലിപി ടീം അത് വെരിഫൈ ചെയ്ത് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം നേരിട്ട് അയച്ചു തരും. 100% സുരക്ഷിതമായ രീതിയിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, പ്രതിലിപിയിലൂടെ എഴുതിക്കൊണ്ട് എങ്ങനെയാണ് പണം സമ്പാദിക്കാൻ കഴിയുന്നതെന്ന് ഇപ്പോൾ വ്യക്തമായി കാണുമല്ലോ. വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങളുടെ ഭാവനയെ പണമാക്കി മാറ്റിയെടുക്കാൻ ഇതിന് നല്ലൊരു അവസരമില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എഴുത്തുകാരായ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സംശയങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്